പാരൻറ്റിങ് വളരെ റിസ്ക്കുള്ള, ഏറ്റവും ബൃഹത്തായ, മഹത്തായ, ഏറ്റവും വലിയ ഫലം കൊയ്യാൻ കഴിയുന്ന, ഏറ്റവും വലിയ നാശത്തിനിരയാവുകയും ചെയ്യുന്ന ഒരു വലിയ കലയാണ്. പാരൻറ്റിങ്ങിൽ നമ്മൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് വാശി. ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് വാശി എന്ന് പറയുന്നത്. കുട്ടികളിലെ വാശി അത് വേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ആരാധനകളിൽ മുന്നിലെത്താനുള്ള വാശി, അതുപോലെ പഠിത്തത്തിൽ മുന്നിലെത്താനുള്ള വാശി, ഇതൊക്കെ ജീവിതത്തിൽ ഗുണം ചെയ്യും. എന്നാൽ ചില വാശികളുണ്ട്, ആവശ്യമില്ലാത്ത വാശികൾ. വാശി എന്ന് പറയുന്നത് ഭാവിയിൽ മുൻകോപം, അസഹിഷ്ണുത, അക്ഷമ എന്നിങ്ങനെ തുടങ്ങി ദുസ്വഭാവങ്ങളുടെ മാതാവായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് അത് മാറ്റിയേ തീരും. ചെറുപ്പത്തിൽ നിന്ന് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ, നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലുതാകുമ്പോൾ നമുക്കത് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കി വെക്കുക. ആരാണ് ആ വാശികൾ കുട്ടികളിൽ കൂടുതലാക്കുന്നത്? തീർച്ചയായും രക്ഷിതാക്കളാണ്. ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ അവർ ആവശ്യപ്പെടുന്നതും അതിനപ്പുറവും വാങ്ങിക്കൊടുക്കും. അവരെന്തിനു വേണ്ടിയാണോ ശബ്ദമുയർത്തുന്നത് അത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുകയും നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്തത് പോലും അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. പക്ഷെ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ വാശിയായി ആ കുട്ടിയുടെ ഒരു അവകാശമായി മാറുകയാണ്. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ കുട്ടി കരയുകയാണ്, ഒച്ചയുണ്ടാക്കുകയാണ്, ചെളിയിൽ കിടന്ന് പുരളുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, വാശിയുടെ മൂർധന്യാവസ്ഥയിലേക്ക് കുട്ടിയെ എത്തിക്കുന്നത് തീർച്ചയായും രക്ഷിതാക്കളാണ്. അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, കുട്ടിയെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള തോന്നൽ അവനിലുണ്ടാവാൻ പാടില്ല. കുട്ടിയെ പരിഗണിക്കുക, അവന് പറയാനുള്ളതെല്ലാം കേൾക്കുക. നോ പറയുന്ന കാര്യങ്ങൾ എന്തിന് എന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ അവർ പറയുന്നത് മുഴുവനായും വാങ്ങിക്കൊടുക്കാതിരിക്കുക. ഇനി ഒരു പ്രാവശ്യം നാം നോ പറഞ്ഞാൽ പിന്നീട് കുട്ടി കരയുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്ന പ്രവണത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കുക. എത്ര കരഞ്ഞാലും ശരി, നാം ഒരിക്കൽ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കരച്ചിലിനോ ചെളിയിൽ കിടന്ന് വീഴുന്നതിനോ വഴങ്ങിക്കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം നാം ഒരിക്കൽ വേണ്ട, അത് തരില്ല എന്ന് പറഞ്ഞു. കുട്ടി വാശി പിടിച്ചു, കരഞ്ഞു, ചെളിയിൽ കിടന്നു, നാം അത് വാങ്ങിക്കൊടുത്തു. കുട്ടി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ചെളിയിൽ കിടന്നാൽ അല്ലെങ്കിൽ കരഞ്ഞ് ഒച്ച വെച്ചാൽ എനിക്ക് എന്തും നേടിയെടുക്കാനാകും. നാളെ മുതൽ കുട്ടി അതൊരു ശീലമാക്കി മാറ്റും. ശ്രദ്ധിക്കുക, അത് തീർച്ചയായും നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. മറ്റൊന്നാണ് വാക്ക് പറഞ്ഞാൽ പാലിക്കുക. ഇന്ന സ്ഥലത്ത് പോയാൽ നിനക്കിത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ആ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുത്തിരിക്കണം. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് കഴിയാത്തത് കുട്ടിയോട് ഏൽക്കാതിരിക്കുക, വാങ്ങിക്കൊടുക്കുമെന്ന് പ്രോമിസ് ചെയ്യാതിരിക്കുക. ശരിയേത് തെറ്റേത് എന്ന് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അച്ചടക്കം, അനുസരണം എന്നിവയ്ക്കൊക്കെ വാഗ്ദാനങ്ങൾ നൽകുക, സമ്മാനങ്ങൾ ഓഫർ ചെയ്യുക. അതായത്, നീ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് വരുന്നത് വരെ നീ വികൃതി കാണിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ നിനക്ക് വരാം. അങ്ങാടിയിൽ നിന്ന് നീ ഇന്നത് വേണം, ഇത് വേണം, അത് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടില്ലെങ്കിൽ എത്തുന്ന സമയത്ത് നിനക്ക് അവനിഷ്ടമുള്ള എന്തെങ്കിലും ഒരു വസ്തു ഓഫർ ചെയ്ത് അവനോട് പറയുക, ഇന്നത് വാങ്ങിത്തരാം. അങ്ങനെയാകുമ്പോൾ അവൻ പരമാവധി അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ടും അവനിഷ്ടമുള്ള എന്തെങ്കിലും കാണുമ്പോൾ പറയുകയാണെങ്കിൽ ഈ ഓഫർ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. ശ്രദ്ധിക്കുക, ഒരിക്കലും വാഗ്ദത്വം പാലിക്കാതിരിക്കരുത്. ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം, കഴിയുന്നതേ ഓഫർ ചെയ്യാവൂ. അതുപോലെ തന്നെ വീട്ടുകാരെല്ലാവരും ആ കുട്ടിയോട് ഒരേ നിലപാട് സ്വീകരിക്കുക. ഒരു കാര്യം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കുക, വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ നിരസിച്ച വസ്തു മറ്റൊരാൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക. വീട്ടിലെ കുട്ടികളോടെല്ലാവരോടും
ഒരേ നിലപാട് സ്വീകരിക്കുക. നമുക്ക് 4 മക്കളുണ്ടെങ്കിൽ ഓരോ മക്കളോടും ഓരോ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. എല്ലാവരോടും ഒരേ നിലപാട് സ്വീകരിക്കുക. വാശി പിടിച്ച് കരയുന്ന സമയത്ത് അവൻ്റെ മനസ്സ് മാറ്റാനും ശ്രദ്ധ തിരിക്കാനും വേണ്ടി ശ്രമിക്കാം. മറ്റൊരു വസ്തുവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക. മറ്റെന്തെങ്കിലും പറഞ്ഞ് അവനെ മനസ്സ് മാറ്റുക. ഇവിടെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, വാശിയുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായും മാറാൻ ടൈം പിടിക്കും. നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്താലും ശരി, മാറ്റിയെടുക്കാൻ കുറച്ച് ടൈം പിടിക്കുമെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്കൊരു നല്ല രക്ഷിതാവാകാൻ തീർച്ചയായും സാധിക്കും. വാശികൾ ക്രമേണ കുറഞ്ഞു വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നല്ല മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.